വെറുതെ പറയും സൈനു, എനിക്ക് പാമ്പിനെ ഭയങ്കര ദേഷ്യമാണ്. പാമ്പിനെ ദേഷ്യം. ഞാൻ കണ്ടാൽ മാറിപ്പോളൂ. ആ കണ്ടതിൻ്റെ പിറ്റേ ദിവസം സൈന്യത്തിൽ പോയി. മരിച്ചു കഴിയുമ്പോൾ പിന്നീട് പറയണ അയാൾ നല്ല ആളായിരുന്നു. സിദ്ദീഖ് ജീവിച്ചിരുന്നപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെ. ആഷ്മിയുടെ അമ്മയപ്പം അല്ലേ ഫസ്റ്റ് ചോദ്യം അതാ. ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ആഷ്മി ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന്. എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ചേട്ടൻ എക്സ്പ്രഷനൊക്കെ കൊള്ളാനിയാണ്, പക്ഷേ ഇതൊക്കെ നിൻ്റെ മുഖത്ത് വന്നെങ്കിൽ നീ പണ്ടേ രക്ഷപ്പെട്ടു പോയാൽ. നമ്മളൊരാളെ ബാലനെ പരിചയപ്പെടുത്തിയാൽ ബാലൻ മൈൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ നമ്മുടെ സുഹൃത്താണോ കവി ബാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും തന്നെ. പരിചയപ്പെട്ട നാൾ ആദ്യം തൊട്ട് ഇപ്പം അവസാന നാൾ വരെ ഒരേ രീതിയിൽ പെരുമാറിയ ഒരാൾ സിദ്ദീഖ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് പുള്ളി മരിച്ചായിട്ട് തോന്നുന്നില്ല. സിദ്ദീഖ് അവിടെയൊക്കെ ഉണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഒരുപക്ഷെ ആ പേരിൽ നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. കലാഭവൻ റഹ്മാൻ എന്ന് പറയുന്ന കലാകാരനെ, കരകളഞ്ഞ കലാകാരനെ ഹൃദയത്തിലേറ്റിയവരാണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. ആത്മസുഹൃത്ത് കലാഭവൻ റഹ്മാന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. കുറേ കാലമായി അതെ സംസാരിക്കാമെന്ന് നമ്മളിങ്ങനെ വട്ടം കൂട്ടിയിട്ട് ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത്. സന്തോഷം. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, അതാണ് പൂർണ്ണമായ പേര്. അങ്ങനെ ഒരാൾ വീട് വിട്ടിട്ട് പുറത്തുനിന്ന് വിളിക്കണ കേട്ടിട്ട് ഒരുപാട് ആളായി. ഇപ്പം അങ്ങനെ ഒരു പേരുണ്ടായി വിളിക്കണ തന്നെ അങ്ങനെ കുറേ നാളുകൾ എത്തിയിട്ട്. ആരെങ്കിലും വിളിക്കാറുണ്ടോ അങ്ങനെ? വീട്ടിൽ വിളിക്കാറുണ്ട്. ബ്രദറൊക്കെ വിളിക്കണം. അങ്ങനെ കുറച്ചുകൂടി ഷോർട്ടായിട്ട് വിളിക്കണേ. എങ്ങനെ വിളിക്കുക? മുഹമ്മദ് റഹ്മാൻ. പക്ഷേ ആ മുഹമ്മദ് റഹ്മാൻ കലാഭവൻ റഹ്മാൻ ആയതൊരു വലിയ കഥയാണ്. ചെറിയ കഥയല്ല, ഒരു വലിയ കഥ. വളരെ സുദീർഘമാണെന്നറിയാം, എങ്കിലും ആ കഥ കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. ആലുവയിലെ തോട്ടുമുഖം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഒരു പുരാതന കുടുംബമാണ് തറക്കണ്ടത്തിൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ കലയായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാരായിട്ടുള്ള പൂർവികരാരുമില്ല എന്നെനിക്ക് വന്ന. പാപ്പ ബിസിനസ്സാണ്. ഗ്രാൻഡ് ഫാദറൊക്കെ തൊട്ട് എല്ലാവരും ബിസിനസ്സും കൃഷിയും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. പറഞ്ഞു കേട്ടിരിക്കണ എൻ്റെ ഒരു കൊച്ചാപ്പ, പാപ്പാടെ അനിയൻ, അദ്ദേഹം കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ച UC കോളേജ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഫോട്ടോ തപ്പിയിട്ട് കിട്ടിയില്ല. നാടകത്തിൽ കഥാപാത്രമായിട്ട് നിൽക്കണ ഒരു ഫോട്ടോ. അതാണ് എനിക്ക് പറയാവുന്ന ആകെ ഒരു കലാപാരമ്പര്യം. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിൽ ഒരു ബാലജനസഖ്യം ഉണ്ടായിരുന്നു, അതിലംഗമായിരുന്നു. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അപ്പോൾ അന്നൊക്കെ അവിടെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ ആയിട്ടൊക്കെ പാട്ടൊക്കെ പാടും. പാട്ടുകാരനൊന്നുമല്ല, അത് ആദ്യമൊക്കെ സ്റ്റേജിൽ കയറിയതാണ്. പിന്നെ കലയിലോട്ട് ഇരിക്കുമ്പോൾ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കാലഘട്ടം കഴിഞ്ഞിട്ട് UC കോളേജിൽ വന്നതാണ്, ആലുവ. അപ്പോഴെനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ വന്ന് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത സത്താർ നടൻ, സത്താറെന്ന് MA കുടിക്കുക ഞാൻ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ. പിന്നെ ഒരു CP പ്രതാപൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ അടുത്ത് മരിച്ചുപോയി, അറിയാമല്ലോ. ഇവരൊക്കെ അവിടുത്തെ കലാരാജാക്കന്മാർ കോളേജിലെ. കോളേജ് തന്നെ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് പരേഡായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ഏകദേശം 90% കോളേജിലും പോയിട്ടുണ്ട്. ഇതുപോലെ ഭംഗിയുള്ളൊരു ക്യാമ്പസ് ഞാൻ പഠിച്ച കോളേജായിട്ടല്ല കിട്ടിയിട്ടില്ല. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എനിക്ക് മഹാരാജ് കിട്ടിയത്, എന്നിട്ട് ഞാൻ പോയില്ല. അത്ര മനോഹരമായ ക്യാമ്പസിൽ വരാനും 5 വർഷം പഠിക്കാനൊക്കെ പറ്റിയ വലിയ മഹാഭാഗ്യം. UC കോളേജിൽ പ്രതാപൻ വഴിയാണെന്ന് തോന്നുന്നു ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് അല്ലേ? സബ്രയുടെ പ്രേതം എന്ന സബ്രയുടെ പ്രേതം. ആ നാടകത്തിലാണ് ആദ്യം അഭിനയിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ നാടകമാണെന്ന് തോന്നുന്നു കലാജീവിതത്തിലേക്കുള്ള ഒരു എൻട്രി അല്ലേ? അതെന്തായിരുന്നു ആ സംഭവം? ആ നാടകം എന്ന് പറയുന്നത് അവിടെ നാടക മത്സരം നടക്കുകയാണ്. അപ്പോൾ സത്താർ നാടകമൊക്കെ ഉണ്ട്. സാധാരണ അവിടെ പറയുന്ന സത്താർ നാടകം കൊണ്ട് പിന്നെ ആരും അനുസരിച്ചിട്ടും കാര്യമില്ല. പിന്നെ പ്രധാനമാണ് കട്ടക്ക് കയറണത്. അപ്പോൾ ഭരതൻ സാറിന് നാടകമാണ്. മഹാരാജ് കോളേജിൽ വർഷങ്ങളായിട്ട് പ്രിൻസിപ്പളായിരുന്ന ഭരതൻ സാറുണ്ട്, മരിച്ചുപോയി. സാറ് എഴുതിയ നാടകം. ആ പ്രതാപൻ്റെ അയൽവാസിയാണ് ഭരതൻ സാറ്, ചേന്നമംഗലത്ത്. അങ്ങനെ നാടകത്തിൽ സൈനുദ്ദീൻ ചേർന്നിട്ടുണ്ട് അപ്പം BAക്ക്. അപ്പോൾ സൈനുദ്ദീനായിട്ടുള്ള സൗഹൃദം തന്നെ അവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേര് ഈ പ്രതാപൻ്റെ നാടകത്തിൽ അഭിനയിക്കണം. അപ്പോൾ എനിക്ക് അഭിനയമായിട്ടൊരു ബന്ധമില്ല. പ്രതാപം വന്നിട്ട് അഭിനയിക്കാൻ കുറേ താടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി എന്ന് പറയാൻ പറ്റില്ല. സൈനുദ്ദീൻ കളിയാക്കണം പൂടാന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. റെഗുലറായിട്ടുള്ള സംഭവമല്ല. അപ്പോൾ ഒരു നെക്സൽ ക്യാരക്ടറാണ്, നിനക്ക് പറ്റും, നിങ്ങളുടെ ഒരു കണ്ണൊക്കെ വെച്ചിട്ട് നീ കറക്റ്റാണ്, അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് പിന്നെ എന്ത് പറഞ്ഞാലും പുറകോട്ട് പോകണ വസ്തു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കയറി അഭിനയിച്ചതാണ്. അഭിനയിച്ച നാടകം ഞങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടി. പിന്നെ
അന്ന് ഞങ്ങളുടെ ഒരു പോൾസുന്ദർ സാറുണ്ട് കോളേജിൽ പഠിക്കണം ഇംഗ്ലീഷ് സാറ് ആണ് കലയൊക്കെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കണം. സാറും പിന്നെ NC ചാക്കോ സാറുമാണ്. ഈ പിറ്റേ ദിവസം പോൾസുന്ദർ സാറ് പറഞ്ഞു, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ നാടകത്തിൻ്റെ ഇതിൽ ഏതൊരു നല്ല കൺട്രോൾഡ് ആയിട്ടൊക്കെ ഒരു ആരും ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നീ നിൽക്കണം ശരി, നീ അഭിനയിക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ തന്നെയാണ് സാർ അഭിനയിച്ചത്. അങ്ങനെ നിനക്ക് കൊള്ളാതെ നിനക്ക് ഇതിൽ ഭാവി ഉണ്ടോ എന്ന് പറഞ്ഞു. ആ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് സ്പാർക്കായിരുന്നു എനിക്ക്. അതിൽ ഭാവി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിരന്തരമായിട്ട് കോളേജ് മത്സരങ്ങളിൽ പങ്കെടുക്കുക, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി. ആ നാടകത്തിലാണ് ഈ പറഞ്ഞ സൈനുദ്ദീനുമായിട്ട് അല്ലേ? ഒരുപക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു ദീർഘകാലം, ഒരുപക്ഷെ അദ്ദേഹം മരിക്കുന്നിടം വരെയും മരണം വരെയും വളരെ വളരെ ആത്മസുഹൃത്തുക്കളായിരുന്നു ശരിക്കും. എന്തായിരുന്നു ആ സൈനുദ്ദീനുമായിട്ടുള്ളൊരു ആദ്യം കാണുന്നതും പിന്നീട് നിങ്ങളുടെ വളർച്ച, പതുക്കെയുള്ള വളർച്ച, അവിടെ നിന്ന് വളർന്ന് പന്തലിച്ചു, അവർക്ക് ഒരു വലിയ കാലം അത്. സൈനുദ്ദീൻ ആദ്യം ഈ പറഞ്ഞ എൻ്റെ നാട്ടിലാണ്, മട്ടാഞ്ചേരിക്കാരനാണ്, എൻ്റെ നാട്ടിലാണ് താമസിച്ചിരുന്നത് കുറച്ചാൾ. ആ സമയത്താണ് കോളേജ് വിദ്യാഭ്യാസം. അപ്പോൾ മിക്കവാറും കോളേജിലോട്ട് പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. പിന്നെ സൈനുദ്ദീനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അവൻ്റെ ഹ്യൂമർ സെൻസാണ്. എന്ത് പറഞ്ഞാലും അതിനെ തമാശ രൂപേണ കാണുള്ളൂ സൈനു. അല്ല, ഈ നാടകത്തിൽ വെച്ചല്ലേ ആദ്യം കാണുന്നത്? നാടകത്തിൽ വെച്ച് ആദ്യം കാണുന്നത്. അപ്പോഴെങ്ങനെ ഉണ്ടായിരുന്നു സൈനുദ്ദീൻ? അതിലും സൈനു ഒരു സീരിയസ് ക്യാരക്ടർ. അതിൻ്റെ സൈനുദ്ദീനകത്തൊരു ഹ്യൂമറുണ്ട്. കാരണം ഒരു നാടകം തന്നെ സൈനുദ്ദീൻ അഭിനയിച്ചിട്ട് ഒരു നാടകത്തിൽ ബെസ്റ്റ് കൊമഡിയനും അതേ ക്യാരക്ടർ വെച്ച് ബെസ്റ്റ് ആക്ടർ മേടിച്ച ആളാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും പുള്ളി ഹ്യൂമറിൽ കൂടെ കാര്യങ്ങൾ പറയുന്ന സംഭവം. പിന്നെ സൈനുമായിട്ട് വലിയ ബന്ധമായി. പിന്നെ ഞാനീ പ്രതാപനാണ് ആദ്യം മിമിക്രി കാണിക്കണം. ഞാൻ ജീവിതത്തിൽ മിമിക്രി ഉണ്ടാക്കണ കൊച്ചിൻ അനീഫ് കട ഒറ്റയ്ക്ക് നിന്ന് മിമിക്രി കാണിക്കണം. പിന്നെ അക്കാലത്ത് ഉള്ള കൊതുകാണപ്പനൊക്കെ ആണല്ലോ. പിന്നെ പാച്ചിക്ക വേണിച്ചേട്ടൻ. അപ്പോൾ പ്രതാപന നന്നായിട്ട് മിമിക്രി കാണിക്കും. അങ്ങനെ പ്രതാപനോടുള്ള ഇത് വെച്ചിട്ടാണ് മിമിക്രിയിലോട്ട് വന്നത്. പിന്നെ ഞാൻ സൈനുദ്ദീൻ്റെ ഹ്യൂമർ എൻ്റെ മിമിക്രിയൊക്കെ ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ പിടിച്ചു തുടങ്ങി. 2 പേര് മാട്ടാന്ന് പറയും അതിന്. പരേഡിന് മുമ്പുള്ള കാലഘട്ടമാണ്. അങ്ങനെയാണ് പിന്നെ ഇഷ്ടം കൂടി. സൈനുദ്ദീൻ പിന്നെ ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമായിരുന്നു ശരിക്കും മരണം വരെ. അവസാന കാലമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ടോ? പിന്നെ അവസാനം ഞങ്ങൾ പരേഡിൽ ഒരുപാട് പോയല്ലോ സഞ്ചരിച്ച്. കലാപൻ്റെ പരേഡിൽ സൈനുദ്ദീൻ വന്ന് 91 മുതൽ 81 മുതൽ അല്ലേ? 81 സൈനുദ്ദീൻ അവസാനം വന്നു ഒരാൾ പോയപ്പോൾ. പിന്നെ ഒന്നിച്ചുള്ള യാത്രകളായിരുന്നു ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വിദേശത്തൊക്കെ ആയിട്ട്. ചേട്ടൻ്റെ ഓർമ്മകളിലുള്ള സൈനുദ്ദീൻ ആരാണ്? സൈനുദ്ദീനെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ സിനിമയിലായാലും അല്ലെങ്കിൽ ജീവിതത്തിലായാലും കണ്ടേക്കണ ഇതുപോലെ കൗണ്ടർ അടിക്കുന്ന എനിക്കാണ് മുകേഷ് സൈനുദ്ദീനാണെന്ന് തോന്നുന്നു. എനിക്ക് ഇത്ര നമ്മളൊരു എന്തിനും കൗണ്ടർ കണ്ടെത്തുകയാണ് ആൾ. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വെറുതെ പറയും സൈനു, എനിക്ക് പാമ്പിനെ ഭയങ്കര ദേഷ്യമാണ്. പാമ്പിനെ ദേഷ്യം, ഞാൻ കണ്ടാൽ മാറിപ്പോളൂ എന്ന്. ഇങ്ങനെയുള്ള എല്ലാത്തിനും പുള്ളി വളരെ ആഗമത്തോടെ എടുക്കുന്ന ഒരാളാണ്. എന്ത് പറയുമ്പോഴും സൂക്ഷിച്ച് പറയണം സൈനുദ്ദീൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് തട്ട് കിട്ടും. എനിക്ക് ആകെ ഓർക്കണത് സൈനുദ്ദീന് തട്ട് കിട്ടിയത് അമ്പിളിച്ചേട്ടൻ്റെ അടുത്താണ്, ജഗദീഷ് കുമാർ. ഞങ്ങളൊരു പടത്തിൽ ഇതുപോലെ അഭിനയിക്കുമ്പോൾ സൈനുദ്ദീൻ ഈ വയറ് ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഈ തിരമാല പോലെ വയറിങ്ങനെ വലിയ വയറാണല്ലോ. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഷർട്ടൊക്കെ ഊരി നിൽക്കണ സമയത്താണ് ഈ അമ്പിളിച്ചേട്ടൻ മേക്കപ്പ് ഇട്ട് എണീക്കണം. അപ്പോൾ സൈനുദ്ദീൻ പറഞ്ഞിട്ട് കാണിച്ചിട്ട് എൻ്റെ അടുത്തിടയ്ക്ക് കാണിക്കും ആൾ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഇതെന്താണെന്ന് ചോദിച്ചാൽ, അല്ലേ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ എക്സ്പ്രഷനൊക്കെ കൊള്ളാനിയാണ്, പക്ഷേ ഇതൊക്കെ നിൻ്റെ മുഖത്ത് വന്നെങ്കിൽ നീ പണ്ടേ രക്ഷപ്പെട്ട് പോയായിരുന്നു. അപ്പോൾ അതിന് സൈനുദ്ദീനൊന്നും പറയാൻ പറ്റാതായിപ്പോയി. അങ്ങനെയുള്ള കൗണ്ടറിലൊക്കെ ചിലപ്പോൾ തട്ടിയിട്ടു സൈനുദ്ദീൻ. അവസാന കാലഘട്ടം അങ്ങനെ പെട്ടെന്ന് എന്ത് പറ്റിയത് അദ്ദേഹത്തിന്? പുള്ളിക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖമായിട്ട് പ്രശ്നമായത്. അത് എന്നാൾ പുള്ളി രോഗിയായിട്ടൊന്നും കിടന്നില്ല. അമൃത ഹോസ്പിറ്റലിൽ വെച്ചാണ് അവസാനം കാണുന്നത്. ആ കണ്ടതിൻ്റെ പിറ്റേ ദിവസം സൈനുദ്ദീൻ പോയി. ഇന്നും ഞാൻ സൈനുദ്ദീനെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങൾ കുറവാണ്. കാരണം എന്തെങ്കിലും ഇങ്ങനെ വരും അവൻ്റെ തമാശകൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഒരുപക്ഷെ അവൻ്റെ കവറിന് മുമ്പിൽ പോയി എന്നാലും ചിലപ്പോൾ ചിരിച്ചേക്കാം. പക്ഷേ ഇന്നസെൻറ്റ് മാത്രം നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അതെ അതെ. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടായിരുന്നു. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. അത് സുരേഷിനറിയില്ല, എല്ലാവരും സീരിയസ് ആണല്ലോ. ഇപ്പോൾ ജഗദീഷ് കുമാറിൻ്റെ അടുത്താലും ജീവിതത്തിൽ ഭയങ്കര സീരിയസാണ്. സൈനുദ്ദീൻ അങ്ങനെ തന്നെ. കലാഭവനിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ചാണ് തുടങ്ങുന്നത് നമ്മൾ. എനിക്കൊന്ന് KS പ്രസാദ് വഴിയാണ് കലാഭവനിലേക്ക്. KS പ്രസാദാണ് ശരിക്കും കലാഭവൻ്റെ നടുമുറ്റത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. പ്രസാദായിട്ട് അതിനു മുമ്പ് പരിചയമുണ്ട്. പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ കോട്ടയത്ത് മത്സരിക്കുമ്പോൾ
അന്ന് ഇതുപോലെ യൂണിവേഴ്സിറ്റി മത്സരിക്കുമ്പോൾ അന്നൊക്കെ പരസ്പരം ഞങ്ങൾക്ക് അറിയാം. സിദ്ദീഖ്, ഡയറക്ടർ സിദ്ദീഖ് ഉണ്ടായി, മുകേഷ് ഉണ്ടായി. ഒരേ കോളേജുകളാണ്, മഹാരാജ്, UC, SM കോളേജിൽ നിന്ന് മുകേഷ്. അപ്പോൾ അന്ന് എനിക്ക് സമ്മാനം കിട്ടിയൊരു വർഷമാണ്. ആ വർഷം ഇതുപോലെ ഈ മത്സരം കഴിഞ്ഞിട്ട് വൈകിട്ട് ഫാൻസി ഡ്രസ്സ് കാണാൻ വേണ്ടി പ്രസാദിൻ്റെ കാര്യം പറയണേ, മാപ്പിള ഹോളിൽ വന്ന് കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ കോട്ടയത്ത്. അപ്പോൾ അന്ന് നമ്മൾ ആകർഷിച്ച ഒരാൾ, ഈ ജഡ്ജായിട്ടിരിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് താടി ഇങ്ങനെ വളർത്തി ഒരു കറുത്ത ജുബ്ബയൊക്കെ ഇട്ട് ഒരാളിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരാളെന്നെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് തമ്പിൽ അഭിനയിച്ച ആൾ, നെടുമുടി വേണു. അങ്ങനെ മേടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കാണണമെന്ന്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രസാദ് വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടണം. ഞങ്ങൾ പരിചയപ്പെട്ട് റഹ്മാൻ അല്ല UC കോളേജ്, റഹ്മാന് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ പ്രസാദ് അതിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നു. അങ്ങനെ പിന്നെ പ്രസാദമായിട്ട് പലപ്പോഴും കാണാറും ഒക്കെ ഉണ്ട്. പിന്നെ ഒരിക്കൽ ഇങ്ങനെ ഞാൻ UC കോളേജ് കഴിഞ്ഞിട്ട് 2 വർഷം MAക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് കോളേജ് പഠിച്ചു. MA ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് പ്രസാദ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു MAക്ക് മഹാരാജ് കോളേജിലേക്ക് അല്ല, ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു, യുവഭാരത് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത്. അപ്പോഴാണ് പ്രസാദ് ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇങ്ങനെ കലാഭവനിലെ അച്ഛൻ ഒരു പുതിയ പരിപാടിക്ക് രൂപം കൊടുക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി വിന്നേഴ്സിനെ വെച്ചിട്ടാണ്, റഹ്മാനൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായിട്ടും വരാമെന്ന്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കലാഭവനിൽ എത്തല്ലേ, എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ അതില്ല. അന്ന് കലാഭവൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമയിൽ കയറണോട്ടാണ് അന്ന് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് കലാഭവനിൽ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസാദാണ് എൻ്റെ ഒരു എൻട്രി. ആ ദിവസം ഓർമ്മയുണ്ടോ ശരിക്കും വന്ന് അവിടെ പോകുന്നത്? അത് 1980 ഒരു എനിക്ക് തോന്നുന്നു ജൂൺ മാസമൊക്കെ ആയിരിക്കാം. ഞാനവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ സിദ്ദീഖിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, ലാലിനെ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്, അൻസാറിനെ നേരത്തെ പരിചയമുണ്ട്. പിന്നെ ഉള്ള വർക്കേശപ്പേട്ടയായിരുന്നു. അങ്ങനെ അച്ഛനായിട്ട് പരിചയപ്പെട്ട്. അവലച്ചൻ എന്നാണ് ആദ്യം കാണുന്നത്? അന്നാണ് അച്ഛനെ കാണുന്നത്. എന്തായിരുന്നു അച്ഛൻ ചോദിച്ചെന്തായിരുന്നു? അച്ഛനെ അതിനു മുമ്പ് തന്നെ പ്രസാദ് എന്തോ ഇൻട്രൊഡക്ഷൻ കൊടുത്തോണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടിക്ക് രൂപം കൊടുക്കുകയാണ്, തനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അച്ഛനെയൊക്കെ നന്നായിട്ട് അനുകരിക്കുന്ന ആളാണല്ലോ. അല്ല, അങ്ങനെയൊന്നുമില്ല. അച്ഛനെ അനുകരിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛനൊരു പ്രത്യേക ഇതാണ്. അച്ഛൻ്റെ ഒരു രീതി ഞങ്ങൾ അച്ഛനെ കളിയാക്കാറാണ്. കളിയാക്കണമല്ല, അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും അങ്ങനെ വരട്ടെ അപ്പോൾ താങ്ങാമെന്ന് പറയാം. എന്ന് വെച്ചാൽ പുള്ളിക്ക് എല്ലാം ഭയങ്കര ലാഘവത്തോടെ കാണുന്ന ഒരാളായിരുന്നു. അങ്ങനെ KS പ്രസാദ് വഴി കലാഭവനിലേക്ക് എത്തുന്നു അല്ലേ? ബാലചന്ദ്രൻ ചുള്ളിക്കാട് താങ്കളുടെ അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നു. ബാലൻ അവിടെ 1 വർഷം പഠിച്ചു ഡിഗ്രിക്ക്, ഞാൻ പഠിക്കുമ്പോഴാണ്. ബാലനായിട്ട് വലിയ അടുപ്പ് വേണം. ആ അടുപ്പ് ഇന്നും ഉണ്ട്. അടുത്തിടെ എഴുതിയൊരു കലാഭവൻ ഡയറീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. അതെ, ദീർഘകാലത്തെ സൗഹൃദമാണ് ഈ അവതാരിക എഴുതാൻ എനിക്കുള്ള യോഗ്യത എന്നാണ് അദ്ദേഹം ഒരു വാക്കിനകത്ത് കുറിച്ചിട്ടിരിക്കുന്നത്. ബാലൻ എനിക്ക് ഭയങ്കര അറ്റാച്ച്. ബാലൻ അത് മാത്രമല്ല, എനിക്ക് സിനിമയിലെത്തിയിട്ട് 2ാമത്തെ ചിത്രം എനിക്കൊരു നല്ല വേഷം തന്നും ബാലനാണ്. ജാലകത്തിലെ നന്ദൻ വിജയലക്ഷ്മിയൊക്കെ ആയിട്ടുള്ള പ്രണയം കുടുംബം. വിജയലക്ഷ്മിയായിട്ടുള്ള പ്രണയം ബാലനവിടെ ഈ UCയിൽ പഠിച്ചിട്ട് 1 വർഷം പഠിച്ചിട്ട് പിന്നെ 2 വർഷം മഹാരാജാസിലാണ് പഠിച്ചത്. ആ മഹാരാജാസിലെ പ്രണയകാലത്താണ് വിജയലക്ഷ്മിയായിട്ടുള്ള പ്രണയം. അപ്പോൾ ഈ സ്റ്റഡി ലീവിന് എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള YMCയിൽ റൂം എടുത്ത് ഞാൻ തന്നെ അറേഞ്ച് കൊടുത്ത്. അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടി ഇരിക്കും. അങ്ങനെ അവിടെ പല ആൾക്കാരൊക്കെ വരും, വേണുവിദേശം കവി, അങ്ങനെയുള്ള കുറേ പേരൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഈ പ്രണയത്തെക്കുറിച്ച് പറയും. പിന്നെ ചില പ്രണയലേഖനങ്ങളൊക്കെ ബാലൻ ചിലപ്പോൾ എടുത്ത് കാണിക്കും എന്നെ. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം രണ്ടുപേരും കവിയത്രയും കവിയായതുകൊണ്ട് കവിതകളിലൂടെയായിരുന്നു. കവിതകളിലൂടെയുള്ള പ്രണയം. അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പറയുമായിരുന്നു ഈ പ്രണയമായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം പറയും. എനിക്ക് വിജയലക്ഷ്മിനെ പരിചയപ്പെടുത്തി തന്നിട്ട് ഞാൻ എടുക്കും മഹാരാജി പോവും. ഞങ്ങളൊന്നിച്ച് ഒരുപാട് നേരം സംസാരിക്കാറൊക്കെ ഉണ്ട്. അവിടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. കല്യാണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കല്യാണം വീട്ടിൽ നടത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അന്നത്തെ തീവ്രമായ അന്ന് ബാലൻ്റെ രീതി ഇപ്പോഴത്തെ രീതിയല്ല. വീട്ടിൽ നിന്നൊക്കെ നിഷ്കാസിതനായിട്ട് നടക്കുന്ന കാലം. അതെ. ബാലൻ എനിക്ക് ആരെങ്കിലും പരിചയപ്പെടുത്താൻ പേടിയുണ്ടായിരുന്ന കാലമുണ്ട്. കാരണം നമ്മളൊരാളെ ബാലനെ പരിചയപ്പെടുത്തിയാൽ ബാലൻ മൈൻഡ് ചെയ്യണമെന്നില്ല. നമ്മൾ നമ്മളെ സുഹൃത്താണോ കവി ബാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും തന്നെ. ഇവൻ എന്നിട്ട് റഹ്മാൻ വേറെ എന്ന് പറഞ്ഞാൽ ഇവർ സബ്ജക്റ്റ് മാറ്റിയാണ് പോകും. പക്ഷെ ഇപ്പോൾ ബാലൻ ഒരുപാട് മാറ്റം വന്ന് ഇപ്പോൾ സിനിമയും കാര്യങ്ങളൊക്കെ സീരിയലുകളും അഭിനേതാവാണ്. അതെ, കാവ്യലോകമൊക്കെ ഇത്രയും ഗംഭീരമായ ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. ഒരുപാട് ബന്ധങ്ങൾ ഒക്കെ ആയിട്ടൊക്കെ കടമനിട്ടേനെ പരിചയപ്പെട്ടിട്ടുണ്ട്. കടമനിട്ട ബാലൻ പരിചയപ്പെടുത്തിയ, അതുപോലെ നടൻ മുരളിച്ചേട്ടനെ പരിചയപ്പെടുത്തിയ ബാലൻ തന്നെ. ഒരു ദിവസം പറഞ്ഞ് ഫൈനാൻസ് ആയിട്ട് നമുക്ക് നാടകം ഉണ്ടാകും, നമുക്ക് പോകാം. ഒരു കൂട്ടുകാരനെ അഭിനയിക്കണ്ടായിരുന്നു മുരളി. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഗ്രീൻ റൂമിൽ പോയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി. അതിനുശേഷമൊക്കെയാണ് പഞ്ചായത്തിലൊക്കെ വന്നെ. പിന്നെ സ്ഥിരകഥ എഴുതിയ ജാലകത്തിലൊരു നല്ല വേഷം തിരികെ ചെയ്തിരുന്നല്ലേ? എനിക്ക് തോന്നുന്നു കലാഭവനിൽ ഇപ്പോൾ UCയിലാണെങ്കിൽ കലാഭവനിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ നേരത്തെ സിദ്ദീഖിനെ പരിചയമുണ്ടെങ്കിലും ലാലിനെയും സിദ്ദീഖിനെയും ഒക്കെ പരിചയപ്പെടുന്നത് ആ കലാഭവനിൽ വെച്ചാണ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം സിദ്ദീഖിൽ നിന്ന് തന്നെ തുടങ്ങാം. സിദ്ദീഖ് എന്ന് പറയുന്ന, പിന്നീട് സിദ്ദീഖ് നമ്മളോടൊപ്പം ഇപ്പോൾ ഇന്നില്ല, സിദ്ദീഖ് എന്ന് പറയുന്ന അന്നത്തെ ആ കലാകാരനെ എങ്ങനെയാണ് ഓർക്കുന്നത്?
സിദ്ദീഖിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു മത്സരത്തിലാണ്. ഒരു ഇൻ്റർ കോളേജ് മത്സരം മഹാരാഷ്ട്രൻ്റെ സിദ്ദീഖ് ഞാൻ യൂസ് ആയിട്ട് വന്നിട്ട് നമ്മുടെ രാജേന്ദ്ര മൈതാനത്ത് എറണാകുളത്ത് കായലിൻ്റെ തീരത്ത് അവിടെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ പാർട്ടിസിപ്പൻസ് നിൽക്കുമ്പോൾ സിദ്ദീഖാനോട് ഇങ്ങനെ ചോദിക്കണേ UC കോളേജ് അല്ലേ റഹ്മാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ മത്സരിക്കണത്. അന്നാണ് സിദ്ദീഖിനെ ആദ്യമായിട്ട് കാണുന്നത്. സിദ്ദീഖിനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദീഖിനെ ഈ യൂണിവേഴ്സിറ്റി മത്സരിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ നറുക്കിട്ടെടുക്കണേ. അന്ന് 86 പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റി ഇല്ല, കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കട്ടും ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നറുക്കിട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ 86 പാർട്ടിസിപ്പൻസ് ഉണ്ട്. സിദ്ദീഖിന് കിട്ടിയത് 8. അപ്പോൾ സിദ്ദീഖിനെ കളിയാക്കി, നിനക്ക് ഒരിക്കലും കിട്ടില്ല, കാരണം ജഡ്ജസ് മറന്നു പോകും. തരുമ്പോൾ എവിടെ ഓർത്തിരിക്കാൻ നമ്മൾ മുതൽ കൂടെ കളിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് എനിക്ക് 4, ബാക്കി പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിലൂടെ പിന്നെ കൂടുതൽ അടുക്കണം സിദ്ദീഖായിട്ട്. പരേഡിൽ 6 പേരിൽ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിദ്ദീഖാണ്. പിന്നീട് സുരേഷ് കണ്ട സിദ്ദീഖല്ല, അന്ന് ഭയങ്കര മുൻകോപമാണ്. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഒന്നുമല്ല, പ്രോഗ്രാം നന്നാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും. പ്രോഗ്രാമിന് മോശമായിട്ട് ആര് പ്രവർത്തിച്ചാലും പുള്ളിക്ക് എന്തെങ്കിലും ഉഴപ്പ്, നമ്മളെ കയ്യിൽ പല ഉഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനില്ലാതൊക്കെ, അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അതിനെ കൊടുക്കും. പിന്നെ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ്. എന്തായിട്ടോ ഞങ്ങൾ കഥാപ്രസംഗം കളിച്ചിരുന്നു, സിദ്ദീഖ് ലീഡിയാണ്. അതെല്ലാം ഇപ്പോൾ ഏതുറക്കത്തിൽ അന്ന് എണീറ്റ് പറഞ്ഞാലും ഞങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ചെയ്യും. സിദ്ദീഖ് റിഹേഴ്സൽ എടുക്കണം കയറുന്നതിന് മുമ്പ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കും ഇതെന്തിനും എടുക്കണം, അത് നമ്മൾ അങ്ങനെ കയറിയാലും ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ആ പെർഫെക്ഷൻ ആയിരുന്നു സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നണം. പിന്നെ അല്ലേ, എത്രയോ ഹിറ്റുകൾ ഒരുക്കി അവർ. സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ അടുത്ത് സിദ്ദീഖിൻ്റെ ഓർമ്മ ദിവസത്ത് ഒരു സംസാരത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ ഒരാളെക്കുറിച്ച് മരിച്ചു കഴിയുമ്പോൾ ആണ് പിന്നീട് പറയണത് അയാൾ നല്ല ആളായിരുന്നു. സിദ്ദീഖ് ജീവിച്ചിരുന്നപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെ, അയാളെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു സിദ്ദീഖിനെ ഫുള്ള് ഫീൽ ഇപ്പോഴും സിദ്ദീഖ് മരിച്ചായിട്ട് തോന്നിയിട്ടില്ല. സിദ്ദീഖ് ഇവിടെ ഉണ്ട്, കാരണം ഞാൻ സിദ്ദീഖ് തമ്മിൽ എപ്പോഴും കാണുന്ന ആൾക്കാരൊന്നുമല്ല പിന്നീട്, പക്ഷേ ഫോണിലൊക്കെ ബന്ധപ്പെടാറുണ്ട്. എത്ര തിരക്കാണെങ്കിലും അവൻ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. പിന്നെ പരിചയപ്പെട്ട നാൾ ആദ്യം തൊട്ട് ഇപ്പം അവസാന നാൾ വരെ ഒരു രീതിയിൽ പെരുമാറിയ ഒരാൾ സിദ്ദീഖ് മാത്രമേ ഉള്ളൂ. ആൾക്കാർ നമ്മുടെ നിലവാരത്തിൽ ഇതിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഒരു മാറ്റമില്ലാത്ത ആളായിട്ട് തോന്നിയേക്കണ സിദ്ദീഖാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് പുള്ളി മരിച്ചായിട്ട് തോന്നുന്നില്ല. സിദ്ദീഖിയുടെ അവിടെയൊക്കെ ഉണ്ട്, അതല്ലേ ചിലപ്പോൾ ഇനിയും വിളിക്കാമെന്നുള്ള ഒരു അങ്ങനെ എനിക്ക് തോന്നാറ്. നമ്പരും കളഞ്ഞിട്ടുണ്ടാവില്ല, നമ്പറൊക്കെ ഉണ്ടോ? അയ്യോ, അങ്ങനെ ചിലരങ്ങനെ പറയാറുണ്ട്, നമ്പർ ഡിലീറ്റ് ചെയ്യാൻ തോന്നാറില്ല, അങ്ങനെ ഓർമ്മയായിട്ടിരിക്കട്ടെ. ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് സുരേഷ് ഏത് സമയത്തും എപ്പോഴും ബന്ധപ്പെട്ടിട്ട് നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ വേറെ കാര്യങ്ങളല്ല, നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ സിദ്ദീഖായിട്ട് സംസാരിക്കാമെന്നുള്ളേ. അതിനൊക്കെ അവൻ കൃത്യമായിട്ട് സമാധാനത്തോടു കൂടി നമുക്കൊരു ഉത്തരം തരുന്ന ആളായിരുന്നു സിദ്ദീഖ്. ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? അല്ല, അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവമില്ല, ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അല്ലാതെ തന്നെ എന്നെ പല സിദ്ദീഖിൻ്റെ കൂട്ടുകാരനാണ് ഞാനെന്ന രീതിയിൽ പലരും വന്ന് കഥയായിട്ട് വരും. കഥ കേൾപ്പിച്ച് ഈ കഥ ഒന്ന് സിദ്ദീഖ് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അഭിപ്രായം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പലരെയും അത് നിരുത്സാഹപ്പെടുത്തി വിടും. കാരണം സംഭവം കൊള്ളില്ല. പിന്നെ നമ്മൾ സിദ്ദീഖിനെ വെറുതെ അവൻ്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ചിലത് നല്ല സംഭവമായിരിക്കും, പക്ഷേ ആ സാധനം സിദ്ദീഖിന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞ ആവശ്യം. പക്ഷെ അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരിക്കൽ പോലും തിരക്കിനിടയിലേ സമയം കണ്ടെത്തി കഥ കേൾക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് ഞാനും പോകാറുണ്ട്. അപ്പോൾ കൂടെ റൂമടച്ചിട്ട് കൃത്യമായിട്ട് കേൾക്കുകയും വളരെ വ്യക്തമായിട്ട് സജഷൻസ് പറയുകയും ഒക്കെ ചെയ്യും സിദ്ദീഖ്. അത് വേറെ ആരും ചെയ്യില്ല, കാരണം അവർക്ക് അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അവന് 100,000 കാര്യങ്ങളില്ലേ സിദ്ദീഖിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ക്യാരക്ടറാണെന്ന് പറയണം. അതൊക്കെ ഒരു അപൂർവമായിട്ട് കിട്ടുന്ന, അതുകൊണ്ട് തന്നെ ആയിരിക്കാം സിദ്ദീഖ് വേറെ നമ്മൾ വിട്ടുപോയപ്പോൾ ഇത്രയും ജനം കൂടിയിരുന്നു. ലാലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സൗഹൃദം? ലാലായിട്ടും ഒക്കെ നല്ലത് തന്നെ. ലാലിനെയും കലാഭവനിൽ വെച്ചിട്ടാണ് അന്ന് മിക്ക ദിവസങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒന്നിച്ച് യാത്ര ചെയ്യാണ്. ഇന്നിപ്പോൾ അങ്ങനെ കാണാൻ പറ്റുമ്പോഴൊക്കെ എല്ലാവരും തിരക്കിലും കാര്യങ്ങളിലൊക്കെ അല്ലേ. പക്ഷേ അത്യാവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സിദ്ദീഖ് വിട്ടു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്ക് കൂടുമായിരുന്നു. ഞങ്ങൾ 6 പേരും ഫാമിലിയായിട്ട് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 10ാം വാർഷികവും 20ാം വാർഷികമൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഘോഷം ഇപ്പോൾ അടുത്ത് ഞാൻ ലാലായിട്ട് സംസാരിച്ചു, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ
വളരെ ഇൻറ്റിമസി ഉള്ള ആളാണ് പോയത്. വളരെ ആത്മബന്ധമാണ് ഇവർ ഈ പറഞ്ഞ പോലെ രണ്ടുപേരുമായിട്ട്, സിദ്ദിഖും ലാലുമായിട്ട്. പിന്നീട് അവർ കലാഭവനൊക്കെ വിട്ട് വലിയ സ്വതന്ത്ര സംവിധായകരായി ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളം സമ്മാനിച്ചു. പക്ഷേ അവരുടെയൊക്കെ സിനിമകളിലൊന്നും ഒരു നല്ലൊരു വേഷം ഒരു ആത്മസുഹൃത്തിന് നൽകിയിട്ടില്ല എന്നൊരു പരാതി ഉണ്ടോ? നല്ല വേഷം തോന്നിട്ടില്ല എന്നുള്ള പരാതിയൊന്നുമില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതിപ്പോൾ എനിക്ക് വേണം, എനിക്കല്ല പരാതി, ഈ പുറത്തുള്ളവർക്കാണ് പരാതി. പലരും പുറത്തുനിന്ന് വെച്ചാൽ നമ്മളോട് ഇഷ്ടം കാണിക്കുന്ന പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് നല്ല വേഷമില്ല. അതിൽ അവരെ കുറ്റം പറയാനൊന്നും ഞാൻ റെഡിയല്ല. അതൊക്കെ ഈ പറഞ്ഞ ഒരു അറിയാമല്ലോ സുരേഷ്, അവരെ നിമിത്തങ്ങളാണ് അതൊക്കെ. പിന്നെ നമ്മുടെ വശത്തു നിന്നുള്ള ഒരു ശ്രമം കൂടിയും വേണം. ഞാനങ്ങനെ ആ ഒരു രീതി എനിക്ക് കുറവാണ്. അത് വലിയ ജാടയോടുകൂടി പറയണമല്ല ഞാൻ. എനിക്കങ്ങനെ ചാൻസ് ചോദിക്കാനും കൂട്ടുകാരായ തന്നെ സൗഹൃദത്തിൻ്റെ പുറത്ത് വേണമെങ്കിൽ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല. ചോദിച്ചിട്ടൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരു പ്രാവശ്യം ചോദിച്ചാൽ നടക്കണമെന്നില്ല. അതിൻ്റെയൊക്കെ ചില കൃത്യമായ മീറ്ററിൽ ചോദിച്ചാലുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ അവർക്ക് ഒന്നിച്ച് സഹകരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ സിനിമയിലുള്ളതുകൊണ്ട് അവർക്ക് അറിഞ്ഞ് വേഷം തരാമായിരുന്നു. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അല്ലേ? അല്ല, എനിക്ക് പരാതിയൊന്നുമില്ല സുരേഷ്. ആളുകൾ ചോദിക്കണമെങ്കിൽ നമുക്കൊരു വിഷമം വരും. ആളുകൾ ചോദിക്കുമ്പോൾ ഒരു വിഷമം വരും എനിക്ക്, സത്യം. അതാണ് എനിക്ക് വിഷമം. ആളുകൾ ചോദിക്കുമ്പോഴാണ് വിഷമം. ഇതന്നെ ജയറാമിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അല്ല, ഈ പറഞ്ഞ അവരോട് ചോദിച്ചിട്ടുണ്ടോ? അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ല, അത് ഒക്കെ ഉണ്ടാകാം, എനിക്കങ്ങനെ ഓർമ്മയില്ല. സൗഹൃദത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംഭവം അവരിൽ നിന്നുണ്ടാവില്ല, ഒരു കൂട്ടുകെട്ടിൽ സിനിമ. ലാലേട്ടനുണ്ടല്ലോ, ലാലേട്ടന് തരാം അല്ലേ? അവരൊക്കെ ഈ വേഷങ്ങൾ തന്നു. സിദ്ദീഖിൻ്റെ ഒറ്റക്കുള്ള സംവിധാനത്തിലും ലാലിൻ്റെ ഒറ്റക്ക് അന്ന് ഞാൻ വേഷമായിട്ട് കൂട്ടിയിട്ടില്ല. കാരണം ഒരു പെർഫോമിങ് ഏരിയ ഉള്ള ക്യാരക്ടറൊന്നും വന്നിട്ടില്ല. അങ്ങനെ തരാമായിരുന്നു. അതിലെനിക്ക് ആദ്യം ചോദിച്ചതിന് അതേ ഉത്തരം തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് പരാതിയൊന്നുമില്ല. പരാതിയില്ലെങ്കിലും ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. ഒരുപക്ഷെ നമ്മുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ മുൻകാലത്ത് അവരൊക്കെ വളർന്നു വന്നപ്പോൾ സിദ്ദിഖ് നെഞ്ചോട് ചേർത്ത് വെച്ച പോലെ ഇതെൻ്റെ സുഹൃത്ത് ആണ്, റഹ്മാനാണെന്ന് പറയുന്ന പോലെ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ പ്രമുഖരൊക്കെ ഉണ്ടോ? എല്ലാവരും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ ഒരു ഇതിലല്ല ഞാൻ പറഞ്ഞായിരിക്കും പറഞ്ഞ. എന്നോടങ്ങനെ ഞാൻ ചോദിക്കണത്, എന്നോടങ്ങനെ ആ രീതിയിൽ എൻ്റെ കൂടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഭാഗത്തും കുഴപ്പമുണ്ടാകാം. കാലത്ത് ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണെന്ന് കേട്ടു. കുഴപ്പമുണ്ടാക്കിയ ആളാണ് കേട്ടിട്ടുണ്ടാ. ആ കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ വെച്ചാൽ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമല്ല, അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രതികരിക്കും. ഇപ്പം അത് മാറ്റി, പെട്ടെന്ന് പ്രതികരിക്കും ഞാൻ. ഈ പെട്ടെന്ന് പ്രതികരണം നമുക്ക് ദൂഷ്യം ചെയ്യുള്ളൂ, ഉറപ്പാണ്. ഷോർട്ട് ടെമ്പേർഡായിരുന്നു. ഇപ്പം എന്തോ ദൈവം സഹായിച്ചത് അങ്ങനെയില്ല. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഓർക്കാൻ പറ്റുന്നൊരു വഴക്ക് പറ. പല വഴക്കുണ്ട്. ഇപ്പം വരുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ അടി നടന്നതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു സംഭവമൊക്കെയാണ്. NF ഒക്കെ ഉള്ള സമയത്താണ്. എന്തായിരുന്നു അത്? അല്ല, അതെന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, കൂട്ടുകാരായിട്ട് ഞാൻ പുറത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ആർട്ടിസ്റ്റ് എന്നെ കയറ്റിയില്ല. അപ്പോൾ അന്ന് ഇത്ര പോപ്പുലർ അല്ലല്ലോ. അപ്പോൾ കയറ്റായി വന്നപ്പോൾ കൂട്ടുകാരെ ഇടപെട്ട് അടിയായി. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരായിട്ട് എവിടെ പോയതാ? കൂട്ടുകാരായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അടിയായി. പിന്നെ പ്രോഗ്രാം നടന്നില്ല, എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്ന് എൻ്റെ ഫ്രീസാണ് എനിക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അതായത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി, തുടങ്ങുന്നതിന് മുമ്പായിട്ട് പുറത്തേക്ക് പോയത്. അവിടെ തിരിച്ചു വന്ന് കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് പ്രോഗ്രാമാണ്, ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ്. അപ്പോൾ അവർ കയറ്റിയില്ല. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊരു ലെവലാണ് അവർ. അപ്പോൾ അങ്ങനെ വലിയ വഴക്കായി. അപ്പോൾ അതൊരു ഇഷ്യൂ ആയി. അങ്ങനെയാണ് കലാഭവന് ഒരു നല്ല അടിയൊക്കെ ഉണ്ടായി, ഭയങ്കര അടിയായിരുന്നു അല്ലേ? എൻ്റെ കൂടെ നിന്ന് ഒരാൾ അൻസാറ് നിന്ന് എൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന്, ബാക്കിയെല്ലാം മറികളഞ്ഞ്. ചേട്ടൻ 2 അടി കൊടുത്തെന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാർക്ക്. അതിപ്പോൾ ഓർക്കാൻ വയ്യ. വർഷത്തെ അന്ന് ഇത് കണ്ടേക്കുന്ന ഒരാളുണ്ട് അവിടെ, നിശബ്ദനായിട്ട്. അതാരാണ്? പിന്നീട് സൂപ്പർ സ്റ്റാറായി വന്നത് ജയറാം. അപ്പോൾ ജയറാമിനോട് ചോദിച്ചാൽ കറക്റ്റായിരിക്കും, കറക്റ്റായിട്ട് പറയും. ജയറാം അത് അവിടെ ജയറാമിൻ്റെ നാടാണല്ലോ വരുമ്പോൾ അവർ അങ്ങനെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നത്. അത് സിദ്ദിഖിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കി തോന്നുന്നു അല്ലേ? പ്രയാസം ഉണ്ടാക്കി. പിന്നെ ആ ഒരു ഇൻസിഡൻറ്റ് കാരണമാണ് കലാഭവനിൽ ഈ പ്രോഗ്രാമിന് ട്രൂപ്പ് ലീഡർ വന്നത്. നാദനില്ലാ കളരി ആകാൻ പാടില്ല എന്ന് പറഞ്ഞ അച്ഛൻ ട്രൂപ്പ് ലീഡറെ വെച്ചു. ആരായിരുന്നു ആദ്യത്തെ ട്രൂപ്പ് ലീഡർ അൻസാർ. പിന്നീട് താങ്കൾ ട്രൂപ്പ് പിന്നീട് ലീഡർ കുറേ വർഷങ്ങൾ ഞാനായി. അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ 1981 കലാഭവനിൽ അല്ലേ? 89 വിവാഹം. അതെ, റജൂലയാണ് ഭാര്യ. റജൂലെ പെണ്ണ് കാണാൻ പോകുന്ന എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എനിക്കിപ്പം താങ്കളെ ആ ചെറുപ്പത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുഖത്തൊരു ചെറിയ യൗവനമൊക്കെ വരുന്നുണ്ട് അല്ലേ? ഒന്ന് ഓർക്കാമോ ആ കാര്യങ്ങളൊക്കെ? അല്ല, പെണ്ണ് കാണാൻ വേണ്ടി സ്വാഭാവികമായിട്ട് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, കാണാൻ വേണ്ടി പോയി. ഇപ്പോൾ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികളൊക്കെ ഇറങ്ങിയ സമയമാണ്.
അപ്പോൾ അതിലെൻ്റെ സീനൊക്കെ കണ്ട് വീട്ടുകാരൊക്കെ കണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു അതൊക്കെ പിന്നീട് ഞാൻ അറിയണേ. കാക്കോത്തിക്കാവിൽ അങ്ങനെയുള്ള സീനാണല്ലോ എൻ്റെ ഒരു രേവതിയെ പിടിച്ചകത്ത് കയറ്റി. അയ്യോ പിടിക്കട്ടെ, സംശയിക്കണ്ട സാർ, നടന്നതും പറയും നടക്കാനിരിക്കുന്നതും പറയും. കാര്യം വല്ലതും നടക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് കാണലിന് അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ശരിക്കും പറഞ്ഞാൽ, അത് മറക്കില്ല. ഈ വിഷയം പിന്നീടല്ലേ പറഞ്ഞു? ഈ വിഷയം പിന്നീടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്നെ അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും ഒരു പ്രത്യേക ചിരിയോട് നോക്കണമ്പോൾ എനിക്കെന്തോ ഒരു ചമ്മൽ തോന്നിയേ. പിന്നീട് ഞാൻ ചോദിച്ചു, അപ്പോഴാണ് അത് ഇതുകൊണ്ടാന്ന്. ഈ സിനിമയിൽ ഇങ്ങനൊരു വേഷം ചെയ്തുകൊണ്ടല്ലേ? 2 കുട്ടികൾ, അതെ, ഒരു മോന് ഒരു മോള്. മോളാണ് മൂത്തത്. മൂത്ത മോളുടെ പേര് തൻവി ഫാത്തിമ. തൻവിയുടെ ഹസ്ബൻഡാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഹാഷ്മി. അതെ. മരുമോൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഹാഷ്മിയുടെ നിലപാടുകളോടൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഹാഷ്മിയുടെ നിലപാടുകളോട് എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ഹാഷ്മി ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന്. കാരണം വെച്ചാൽ എന്താ വെച്ചാൽ ഹാഷ്മി ശരിക്കും പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. ഈ ഹാഷ്മിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഹാഷ്മി സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പൗരുഷം, ഗൗരവവും കനത്ത ശബ്ദവും സംസാരവും അല്ല പുള്ളി ജീവിതത്തിൽ വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള മനുഷ്യനാണ്. ഇതിലോട്ട് വരുമ്പോൾ വേറെ ആളായിട്ട് മാറുകയാണ്. മറ്റേ രജനീകാന്തിൻ്റെ കാര്യം പറഞ്ഞോട്ട് ലൊക്കേഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവിടെ അടിങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും. ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ വേറൊരു രീതിയാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഹാഷ്മിയുടെ അടുത്ത് ഈ പറഞ്ഞ പോയിട്ട് സുരേഷ് ചോദിച്ച ചോദ്യം ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ചില കാര്യങ്ങളിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ട് കൃത്യമായിട്ട്. അദ്ദേഹം ഒരു പ്രത്യേക പാർട്ടിയായിട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും തെറ്റി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുകളൊന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. രാഷ്ട്രീയ നിലപാടുണ്ടാകാം, പക്ഷേ മാധ്യമ പ്രവർത്തനത്തിൽ വരുമ്പോൾ അതില്ലാന്ന് തോന്നിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൽ വരുമ്പോൾ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചില പാർട്ടിക്കെതിരെയൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലോ, അത്രയും വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അതൊക്കെ വേറെ കാര്യമുണ്ട്. ഓരോരുത്തരുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്ന കാര്യങ്ങൾ, നമുക്കതിൽ ഇടപെടാൻ പാടില്ല. എങ്കിലും കുറച്ചെങ്കിലും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നമുക്ക് അറിയാവുന്നത് ചേട്ടൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് 10-40 സിനിമയാണ്. അപ്പോൾ സിനിമയിൽ അപ്പോൾ റീസെൻ്റ്ലി കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഹാഷ്മി എടുത്ത നിലപാടുകൾ, ഹാഷ്മിയുടെ ഇൻട്രോ ഒക്കെ തന്നെ പലരെയും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുന്നതായിട്ടോ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് അല്ലേ? പലരും വേദനിപ്പിച്ചിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ആക്ടറായതുകൊണ്ട് സത്യം ഒരു മൊത്തം എടുത്ത് പറയുമ്പോൾ സ്വാഭാവികമാണല്ലോ, നമ്മളെ ബാധിക്കുമല്ലേ. അത്രയും വേണ്ടായിരുന്നു തോന്നിയില്ല. അതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞു, അത്രയും വേണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? മോളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, മോളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ അവർക്ക് അറിയാം. ആ ഹാഷ്മിയുടെ ചെവിയിലെത്തിയിട്ടുണ്ടാവും. എന്തെങ്കിലും പറഞ്ഞിട്ടില്ല? ഇല്ല. ഹാഷ്മിയുടെ ഫാദറും ഹാഷ്മിയുടെ അടുത്ത് പറയുന്നതായിട്ടോ ആരോ പറഞ്ഞതിൻ്റെ അടുത്ത് ആണല്ലേ. അങ്ങനെ അത്രയും വേണ്ട. കാരണം നമുക്കൊക്കെ സൗഹൃദമുള്ള ആൾക്കാരല്ലേ എല്ലാവരും. സൗഹൃദങ്ങളുടെ മാത്രമല്ല, ചിലപ്പോൾ സിനിമയെന്ന് പറയുന്നത് അദ്ദേഹം അത്രമാത്രം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ചില ഒരു ഇമേജറീസിനെയൊക്കെ വെച്ചിട്ടായിരിക്കാം കോമൺ ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കും കറക്റ്റ് സുരേഷ് പറഞ്ഞു, സിനിമ അത്ര അടുത്ത് കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ഫ്ലോറിൻ്റെ അകത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അത് പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ മാധ്യമപ്രവർത്തനം നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. എന്തായാലും ആ ഫയർ ബ്രാൻഡ് എനിക്ക് തോന്നുന്നു സത്യേട്ടൻ ഒരിക്കൽ ഹാഷ്മിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? സത്യനന്ദി ഈ അടുത്ത് എനിക്ക് 2 അനുഭവം ഉണ്ടായി. ഞാനൊരു ഷൂട്ട് പോകുമ്പോൾ സത്യേട്ടൻ്റെ വീട്ടിൽ കയറി. ഇങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് എനിക്ക് വലിയ ആഗ്രഹമാണ്, അതിലെ പടത്തിനെ അഭിനയിച്ചിട്ടില്ല. ഞാൻ കാണുന്ന എനിക്ക് ആസ് എ ഡയറക്ടർ ബേസിൽ അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ ഗേറ്റ് തുറന്ന് ഞാൻ വണ്ടി പുറത്തിട്ടിട്ട് ഗേറ്റ് തുറന്ന് കയറുമ്പോൾ ഇങ്ങനെ വലിയ പറമ്പാണല്ലോ സത്യേട്ടൻ്റെ. അപ്പോൾ ഒരു ബംഗാളിന്ന് അവിടെ പണിയുണ്ട്. അവിടെ ഒരു ലുങ്കിയൊക്കെ എടുത്തിട്ട് ഒരാൾ എന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. അടുത്തെത്തി കഴിഞ്ഞപ്പോൾ സത്യേട്ടനാണ്. അപ്പോൾ എന്നെ കണ്ടുപിടിപ്പില്ല, റഹ്മാൻ എന്താ ഈ വഴിയെന്ന് ചോദിച്ചിട്ട് ഞാൻ തോളി കൈയിട്ടിട്ട് ഹാഷ്മിയുടെ അമ്മായിയപ്പൻ അല്ലേ ഫസ്റ്റ് ചോദ്യം അതാ. ഇതേപോലെ തന്നെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് ഭദ്രൻ സാറിനെ പരിചയപ്പെട്ടു, ഡയറക്ടർ ഭദ്രനെ. എൻ്റെ സുഹൃത്ത് മുഖേന ശ്രീകാന്ത് മുഖേന പോയതാണ്. വീട്ടിൽ യാത്രയ്ക്ക് ഇടയിൽ കയറിയതാണ്. അന്ന് പുള്ളി ഇതിലും സത്യേട്ടനിലും കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആരാധന കൂടുതൽ സംസാരിക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ ഹാഷ്മിനെ വിളിച്ച് കൊടുത്തു, അവർ സംസാരിക്കണ്ടായി. പത്രപ്രവർത്തനമൊക്കെ മരുമകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഹാഷ്മി? എല്ലാ രീതിയിലും പെർഫെക്റ്റാണ്. നിരന്തരം സംസാരിക്കാറൊന്നുമില്ല. ഒന്നാമത് ഹാഷ്മി ഭയങ്കര ബിസിയല്ലേ.
മിക്കവാറും ദിവസം മോള് പറയും 4:30 മണിക്കും 5 മണിക്കൊക്കെ എണീറ്റാണ് പോകണമെന്ന് പറയുന്നുണ്ട്. എപ്പോഴും തിരക്കാണ്, തിരക്കോട് തിരക്ക്.